ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എങ്ങനെ നമുക്ക് അടിപൊളി ഒരു പേരൻറ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേരൻറ് സ്റ്റോക്കിനെ സെറ്റ് ചെയ്തായിരുന്നു. അത് പുട്ടം പണിയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെയായിരുന്നു വാങ്ങിച്ചത്. എനിക്കന്ന് അറിയത്തില്ലായിരുന്നു, ആരും പറഞ്ഞു തന്നില്ല കേട്ടോ. ഞാൻ ചെന്ന് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അതും ഇവിടെ എങ്ങും അല്ല, കുറച്ച് ദൂരെ നിന്നാണ്. ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചാണ് 20 കുഞ്ഞിന്. അത് ഡെലിവറി കാശും കൊടുത്ത് അന്ന് ഡേയോൾഡ് കുഞ്ഞിന് എനിക്ക് വാങ്ങിച്ചത് 100 രൂപയായിട്ടാണ് കേട്ടോ. 100 രൂപയായിട്ട് ഡേയോൾഡ് കുഞ്ഞ് വാങ്ങിച്ചത്. പക്ഷേ അന്നത്തെ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ ഭംഗി കണ്ട് ഞാൻ മേടിച്ചാണ്. ഇവിടെ കൊണ്ടുവന്ന് നല്ല അടിപൊളി കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. ഒരു കുഴപ്പമില്ല. ഒരു 5 ദിവസം വരെ അടിപൊളിയായിട്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇട്ടതായിരുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കോഴിക്കുഞ്ഞുങ്ങളതേ പാലെല്ലാം താന്നു ഒരു പരുവായി. പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയത് വെറും 12 കുഞ്ഞ്. ആ 12 കുഞ്ഞിനെ ഞാൻ അന്ന് മുതൽ നമ്മളിപ്പോൾ 2 മാസം വരെ വളർത്തുമ്പോൾ എന്തായാലും സ്റ്റാർട്ടർ കൊടുക്കണം. അങ്ങനെ സ്റ്റാർട്ടർ കൊടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴേ ആ കുഞ്ഞുങ്ങൾ അതിൽ 4 പെടയാണ് എനിക്ക് കിട്ടിയത്. ബാക്കി എല്ലാം പൂവന്മാരാണ്. അത് കഴിഞ്ഞ് നമുക്ക് 2 മാസം മുതൽ 6 മാസം വരെ നമ്മൾ ഗ്രോവർ കൊടുക്കണം. ഗ്രോവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് തവിടൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മുതലാവണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നു കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ പേരൻറ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ കോഴികളെ സെറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുറ്റം പണിയാണ് കിട്ടുന്നത്. പൊടി കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചിലപ്പോൾ മഴ സമയമല്ലായിരിക്കും, നമ്മൾ കുറച്ച് തുറന്നു വിടും. അപ്പം പട്ടി കൊണ്ടുപോവാം, പൂച്ച പിടിച്ചുകൊണ്ട് പോവാം, കാക്ക കൊത്തിക്കൊണ്ട് പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ എല്ലാം വെറുതെ പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ കോഴി എവിടുന്നെങ്കിലും നമ്മൾ നല്ല ഒരു 5 പെട, കൂടുതലൊന്നും വേണ്ട സുഹൃത്തുക്കളെ, ഒരു 5 പെട നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു പൂവൻ മതി. ഇവർ ഒരു 2 മാസമൊന്നും വേണ്ട സുഹൃത്തുക്കളെ, 1 മാസം നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ 4 പേരും കൂടി മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയ്ക്കൊന്നും ഒരു പഞ്ഞവും കാണില്ല. നമുക്ക് അടയാവുന്നതനുസരിച്ച് ഇവർക്ക് അങ്ങോട്ട് അട വെച്ച് കൊടുക്കാം. പിന്നെ അങ്ങോട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ചാകരയാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പൂവനെയും സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള പെടകളെ അങ്ങോട്ട് ബാക്കി കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കച്ചവടവും ചെയ്യാം. കയ്യിൽ പൈസയായി. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും നല്ലത് ഒരു 5 6 അല്ലെങ്കിൽ ഒരു 10 ആയിക്കോട്ടെ, നമുക്ക് എവിടുന്നെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള 10 പെടയാവട്ടെ, അല്ലെങ്കിൽ 2 നല്ല പൂവന്മാരാവട്ടെ, അവരെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളങ്ങോട്ട് കോഴി വളർത്തലിലോട്ട് ഇറങ്ങിക്കോളും. നമുക്കപ്പം തന്നെ നമുക്ക് കൂടുതൽ ഈ തള്ളക്കോഴികളുണ്ടല്ലോ, അവർ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്തോളും. നമ്മൾ അതിൻ്റെ പിറകെ നടക്കേണ്ട കാര്യമില്ല. നമുക്ക് കൂട്ടിനകത്ത് തന്നെ എവിടെയെങ്കിലും ഈ കുഞ്ഞും തള്ളയ്ക്കും ഓടി ചാടി നടക്കാനുള്ള ഒരു സ്ഥലം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് പോവുകയും ചെയ്യാം. കുഞ്ഞിനെ ആ തള്ളക്കോഴി നോക്കിക്കോളും. നമുക്ക് വലിയ പ്രശ്നവുമില്ല. അതുങ്ങളെ കാക്ക കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോകുന്നോ എന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിറകെ നടക്കുകയും വേണ്ട. എന്താ, അതല്ലേ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ കോഴിയെ സെറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റാ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക്, എങ്കിലേ എനിക്ക് അടുത്തും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്. ഓക്കെ, ബൈ.